ശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒത്തിരി പേരിന്ന് നേരിടുന്ന ഒരു പ്രശ്നമാണ് കോപം, മുൻകോപം. ഇത് വിതയ്ക്കുന്നത് ചില്ലറ നാശമല്ല എന്നുള്ളത് ചില വചനഭാഗങ്ങളിലൂടെയും ചില വ്യക്തികളുടെ ജീവിതാനുഭവത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപക്ഷെ നമുക്കും കോപമുണ്ടായിരിക്കാം, മുൻകോപം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥകൾ. ഇനി അത് വരുത്താവുന്ന വിന എത്ര വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിനൊരു മാറ്റം വരുത്താനുള്ള ഒരു ചിന്തയെങ്കിലും നമുക്കുണ്ടാകും. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഒരു കാലത്ത് ഭയങ്കര മുൻകോപിയായി. അച്ഛനായിട്ടും ബിഷപ്പായിട്ടും അദ്ദേഹത്തിന് മുൻകോപം മാറിയില്ല. പക്ഷെ ഒരു തിരിച്ചറിവുണ്ടാവുകയും ഇനി അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ മുൻകോപം മാറ്റാനുള്ള പ്രാർത്ഥന തുടങ്ങി. അതിന് ആവശ്യമായിട്ടുള്ള വിപരീത പുണ്യം പരിശീലിച്ച് അദ്ദേഹം മോസ്റ്റ് ജെന്റിൽമാൻ സെയിന്റ്, ഏറ്റവും സൗമ്യനായ വിശുദ്ധനായിട്ട് മാറാൻ പറ്റി. നമുക്കും വേണമെങ്കിൽ മനസ്സ് വെച്ചാൽ, പ്രഭാഷകൻ 15:15 പറഞ്ഞിട്ടുണ്ട്, മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റും, മനസ്സ് വെച്ചാൽ നിനക്ക് നിന്റെ മുൻകോപത്തെ മാറ്റിയെടുക്കാൻ പറ്റും, മനസ്സ് വെച്ചാൽ നിനക്ക് സൗമ്യതയുള്ള ഒരു വ്യക്തിയായി മാറാൻ പറ്റും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. ഒരിക്കലൊരു വീട്ടുകാരൊരു സംഭവം പറഞ്ഞാണ്. അവരിങ്ങനെ ഒരു യാത്ര പോയപ്പോൾ പോലീസ് നിർത്തി പേപ്പറൊക്കെ ചോദിച്ചു. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ പൊല്യൂഷൻ ടെസ്റ്റ് നടത്തിയതിൻ്റെ പേപ്പർ, അത് ഡേറ്റ് കഴിഞ്ഞായിരുന്നു, എക്സ്പയറി ഡേറ്റ് ആയിരുന്നു. അവരും അറിയാതെ പോയതാണ്. പക്ഷെ അതേക്കുറിച്ച് പോലീസ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് ഫൈൻ അടച്ചു. പുള്ളി ഇങ്ങനെ ആ ഫൈന്, അതിൻ്റെ ബില്ല് എഴുതിക്കൊണ്ടിരിക്കുക. ഇവരോടൊപ്പം ഉണ്ടായിരുന്നവരുടെ ഏറ്റവും ഇളയ മകനാണ്. ഞാൻ പറഞ്ഞത്, അവൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ പോലീസുകാരനോട്ട് നോക്കുന്ന നല്ല രൂക്ഷമായിട്ടുള്ളൊരു നോട്ടം പോലീസുകാരന് മനസ്സിലായി. അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, ഞാൻ ഏറ്റവും ചെറിയൊരു തുകയെ ഇടുന്നുള്ളൂ, നീ ഇതുപോലെ നോക്കരുതേ. അപ്പോൾ ആ അത്രയും ചെറിയൊരു പയ്യനായിട്ട് പോലും അവൻ്റെ ആ നോട്ടത്തിൽ ആ കോപാഗ്നി അത് ജ്വലിക്കുന്നത് അവർക്ക് കാണാൻ സാധിച്ചു എന്ന്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ പല മേഖലയിൽ പല രീതിയിൽ നമ്മുടെ കോപാഗ്നി അത് വെളിപ്പെടുത്തണമെങ്കിൽ വെളിപ്പെടുത്താൻ പറ്റും. ആദ്യമായിട്ട് നമുക്ക് ഏതാനും വചനങ്ങളിലൂടെ ആ ഒരു കാര്യം മനസ്സിലാക്കാം. ഒന്ന്, കണ്ണിൽ ഗർവം, കണ്ണിൽ കോപത്തിൻ്റെ അഗ്നി. സുഭാഷിതങ്ങൾ 30:13 വചനം വായിക്കുമ്പോൾ കണ്ണിൽ ഗർവം മുറ്റി നിൽക്കുന്നവരുണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. രണ്ടാമത്തേതാണ് നമ്മുടെ വാക്കിൽ, നാവിൽ ഗർവം അതിങ്ങനെ മുറ്റി നിൽക്കാം, അതല്ലെങ്കിൽ ആ കോപം അതിങ്ങനെ ജ്വലിക്കുന്ന അവസ്ഥ ഉണ്ടാകാം. പ്രഭാഷകൻ 32:12 വചനം വായിച്ചാൽ അങ്ങനെയുള്ളവർ അഹങ്കാരപൂർവ്വം സംസാരിക്കും, അത് അവരെ പാപത്തിലേക്ക് തള്ളിവിടും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതുപോലെ വേണേൽ നമ്മുടെ പ്രവൃത്തിയിൽ നമുക്ക് ഈ കോപാഗ്നി ജ്വലിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാം. 1-2 സംഭവങ്ങൾ എടുത്താൽ, 2 ദിനവൃത്താന്തം 16:10 എടുത്താൽ, ആസ കോപത്താൽ ജ്വലിച്ച് അവൻ ആ കൊട്ടാരത്തിലൂടെ ഓടി നടന്ന് കണ്ടവരെയെല്ലാം അടിക്കുന്ന ഒരു രംഗം, അവരെ പീഡിപ്പിക്കുന്ന ഒരു രംഗം, അത് അവൻ്റെ കോപ പ്രകടനമായിരുന്നു. 2 മക്കബായർ 9-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അന്ത്യോക്കസ് രാജാവ്, അതിൻ്റെ തലക്കെട്ട് തന്നെ അന്ത്യോക്കസിൻ്റെ അന്ത്യം. അങ്ങനെ ഒരു പരിതാപകരമായ അന്ത്യം വരാനുള്ള കാരണം എന്തായിരുന്നു? അവനെ കോപാഗ്നി നയിച്ചു. അവൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ഒരു പരാജയം സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ അതെടുക്കാൻ പറ്റിയില്ല, അതവനെ കോപാഗ്നിയിലേക്ക് നയിച്ചു. ഉടനെ പോയിട്ട് അവിടെയുള്ള സകല യഹൂദരെ നമുക്ക് വകവരുത്തണം, അതിന് രഥം റെഡിയാക്കാൻ പറയുന്ന ഒരു വ്യക്തിയെ കാണാൻ പറ്റും. പിന്നീട് നമ്മൾ കാണുകയാണ്, അവൻ തന്നെയാണ് ഈ കോപാഗ്നി മൂലം ഇതുപോലുള്ള നീക്കങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് തള്ളപ്പെട്ടു. ജീവിച്ചിരിക്കെ അവൻ്റെ ശരീരം പുഴുവരിക്കാൻ തുടങ്ങി എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ നോട്ടത്തിലാണേലും സംസാരത്തിലാണേലും പെരുമാറ്റത്തിലാണേലും ഈ കോപാഗ്നി അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് വൻ നാശം വിതയ്ക്കും എന്നുള്ളത് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ എപ്പോഴും കോപം പാപകരം ആയിരിക്കണമെന്നില്ല. ധാർമ്മിക രോഷം, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, ധാർമ്മിക രോഷത്തിൽ പ്രവർത്തിച്ച പെരുമാറിയ ചില ബൈബിൾ കഥാപാത്രങ്ങൾ. 1 രാജാക്കന്മാർ 11:9-10 വായിച്ചാൽ ദൈവം തന്നെ സോളമനോട് കോപിക്കുന്ന ഒരു രംഗം. അവൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ അതൊരു ധാർമ്മിക രോഷമായിരുന്നു. യോഹന്നാൻ 2:11 മുതൽ വായിക്കുമ്പോൾ ആ ദേവാലയ ശുദ്ധീകരണം, അതിൻ്റെ ഭാഗമായിട്ട് കോപിക്കുന്ന യേശുവിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അതൊരു അനീതിയായ കോപമല്ല, ധാർമ്മിക രോഷം. സംഖ്യ 25:1 മുതൽ വായിക്കുമ്പോൾ ഫിനഹാസിനെ ധാർമ്മിക രോഷം നയിക്കുന്നത് കാണാൻ പറ്റും. ഇനി ആ ധാർമ്മിക രോഷത്തിൽ അവൻ ചെന്ന് ഒരു യഹൂദന്റെയും മിദ്യാൻകാരിയുടെയും ഉദരം പിളർക്കുന്ന ഒരു രംഗം ഈ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 മക്കബായർ 2:24 വായിക്കുമ്പോൾ ഒരു യഹൂദൻ രാജകൽപ്പന പ്രകാരം അവന് വിജാതിയരുടെ ബലിയർപ്പണത്തിന് ഒരുങ്ങുന്നതായിട്ട് മത്തത്യാസ് കണ്ടു. അവൻ ചെന്നിട്ട് അവരെ വധിക്കുന്ന ഒരു രംഗം, അതും ധാർമ്മിക രോഷത്തെ സൂചിപ്പിക്കുന്നതാണ്. അവരെ വധിച്ച് ആ ബലിപീഠം നശിപ്പിക്കുന്ന മത്തത്യാസിനെ കുറിച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. 1 മക്കബായർ 2:24 മുതൽ വായിക്കുമ്പോൾ. മൂന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത് അനീതിയായ കോപം. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും ന്യായീകരിച്ചാൽ അത് അഹങ്കാരമാണ്. അനീതിയായ കോപത്തെ ന്യായീകരിക്കുന്നവർ, ചിലർ ഞാനിങ്ങനെയാണ്, എനിക്കിങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റത്തുള്ളൂ, ഞാൻ ഏതായാലും മാറാൻ പോകുന്നില്ല, ഇങ്ങനെയെല്ലാം പറയുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമ്മൾ കണ്ടെന്നു വരും. അത്
അഹങ്കാരത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രഭാഷകൻ 1:22 അവിടെ പറഞ്ഞിട്ടുണ്ട്, അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. ന്യായീകരിക്കുന്നത് അഹങ്കാരികളാണ്. 2 ദിനവൃത്താന്തം 16:10 ആന്തരിക മുറിവേറ്റ ആസ അനീതിയായ കോപം അവിടെ പ്രകടമാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 2 മക്കബായർ 9-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, അന്ത്യോക്കസ് അനീതിയായ കോപം പ്രകടമാക്കിയത് അവൻ്റെ ആ ഒരു കോപാഗ്നി അവനെ നയിച്ചതുകൊണ്ടാണ്. 2 ദിനവൃത്താന്തം 26:16 മുതൽ വായിക്കുമ്പോൾ അധികാരഭ്രമത്തനായ ഒരു ഉസിയായുടെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി അവൻ പുരോഹിതരോട് കോപിച്ചു, മാറി നിൽക്കാൻ പറഞ്ഞു. ഞാനാണ് ഇവിടെ കാഴ്ചകൾ അർപ്പിക്കാൻ പോകുന്നത്, ബലി അർപ്പിക്കാൻ പോകുന്നത്. എന്താ സംഭവിച്ചെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. തൽക്ഷണം ഒരു കുഷ്ഠം അവൻ്റെ നെറ്റിയിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ കുഷ്ഠരോഗിയായി മാറി. അവസാനം ആളുകളിൽ നിന്നെല്ലാം വിജന സ്ഥലത്തേക്ക് അവർ ഓടിക്കപ്പെടുന്ന ഒരു രംഗം ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. സുഭാഷിതങ്ങൾ 22 8-ാമത്തെ വചനം വായിച്ചാൽ, മുൻകോപിയുടെ കോപദണ്ഡ് പ്രയോജനപ്പെടുകയില്ല എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, അനീതിയായ കോപത്തിന് പല കാരണങ്ങളുണ്ടാകാം. അടിസ്ഥാന കാരണം അത് നമ്മൾ കണ്ടെത്തി അത് പരിഹരിക്കാതെ ഈ മുൻകോപം മാറത്തില്ല. നമുക്ക് സൗമ്യതയുള്ള വ്യക്തികളായിട്ട് മാറാൻ പറ്റത്തില്ല. ഒന്ന്, ആന്തരിക മുറിവുകളാണ്. നമ്മൾ കണ്ടു ആസായുടെ കാര്യം, അതുപോലെ സദക്യായുടെ കാര്യം. അവർക്കെല്ലാം ആന്തരിക മുറിവുണ്ടായി. അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് അവർക്ക് ആന്തരിക മുറിവുണ്ടാക്കി. അത് അവരെ അമിതമായ കോപത്തിലേക്ക് നയിക്കുന്നത് കാണാൻ പറ്റും. മറ്റൊന്ന്, അഹങ്കാരത്തിൻ്റെ സൂചന. യെശയ്യാ 37:29 നമ്മൾ കാണുന്നുണ്ട്, സെന്നക്കെരീബിനെ കുറിച്ച് കർത്താവ് പറഞ്ഞത്, നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ കാണുകയും ചെയ്തതുകൊണ്ട് ഇതാണ് നിനക്ക് വെച്ചിരിക്കുന്നത്, എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും കടിഞ്ഞാൺ നിന്റെ വായിലുമിട്ട് നീ വന്ന വഴിയെ നിന്നെ തിരിച്ചോടിക്കും. നമ്മൾ അഹങ്കാരത്തിന് നമ്മുടെ ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. മറ്റു ചിലർക്ക് സഫലമാകാത്ത ചില ആഗ്രഹങ്ങൾ അത് അവരെ മുൻകോപത്തിലേക്ക് നയിച്ചെന്ന് വരും. അവരാഗ്രഹിച്ചത് ഇതുവരെ അവർക്കൊന്ന് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല, അവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ പേരിലുള്ള മുൻകോപം, എല്ലാവരോടും ദേഷ്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെടിയാൻ നമ്മൾ തയ്യാറായാൽ വൻനാശം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആ ഒരു ബോധ്യത്തോടെ അതിനുവേണ്ട തീരുമാനങ്ങളെടുത്ത് ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.